കമ്മ്യൂണിസം വിശേഷിച്ചും CPIM മുഴുവൻ മലയാളികളെയും സാമ്പികളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാമ്പികളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഈ പ്രതിഷേധം അല്ലെങ്കിൽ പ്രക്ഷോഭം ഇതിൻ്റെയൊക്കെ പേരിൽ ഈ പോലീസുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയും ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന SFI DYFI പ്രവർത്തകർ, KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ABVP-ക്കാർ, ഇവരുടെ മുഖത്തേക്കും ശരീരഭാഷയിലേക്കും നോക്കിയാൽ മനസ്സിലാകും സാമ്പികൾ ആരാണെന്ന്. നമസ്കാരം. കേരളം ഇപ്പോൾ സാമ്പികളുടെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജൂലൈ 4 ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, കാവിക്കൊടിയേന്തിയ ഭാരതമാത എങ്ങനെയാണ് മതചിഹ്നമാകുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ഈ ഭാരതാംബയുടെ പേരിൽ കേരളത്തിൽ നടക്കുന്ന പൊറാട്ട് നാടകങ്ങൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ സസ്പെൻഷൻ തുടങ്ങിയ നിയമ നടപടികളും തെരുവിലെ പ്രക്ഷോഭവും. ഇവിടെയാണ് നമ്മൾ ഈ സാമ്പികളെ തിരിച്ചറിയേണ്ടത്. കാരണം മലയാളിക്ക് ഒരടി മുമ്പോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക ചട്ടക്കൂടിന് പുറത്തേക്ക് ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ചിന്തിക്കാനും വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ ഈ സാമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത അല്ലെങ്കിൽ മരിച്ചവരിൽ ജീവൻ പിടിച്ച അവസ്ഥയ്ക്കാണ് ഈ സാമ്പികൾ എന്ന് പറയുന്നത്. സാമ്പികൾ ധാരാളം ഹോളിവുഡിൻ്റെയും അല്ലാത്തയും ധാരാളം സിനിമകളുണ്ട്. അതിൽ ഹൊറർ സിനിമകളുണ്ട്, ആക്ഷൻ മൂവീസ് ഉണ്ട്, കോമഡി ഉണ്ട്, നല്ല മനോഹരമായ സിനിമകളും അതിനകത്തുണ്ട്. ഉദാഹരണം ട്രെയിൻ ടു ബുസാൻ, അതിമനോഹരമായ ഒരു സിനിമയാണ്, സോംബി സിനിമയാണ്. അപ്പോൾ ഈ സാമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിക്ഷണറിയിലെ അർത്ഥം നോക്കുകയാണെങ്കിൽ മൂഢൻ, മന്ദൻ, മൃതദേഹം, വേതാളം, ഉദാസീനൻ എന്നൊക്കെയാണ്. ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു ഇപ്പം സർക്കാരും അല്ലെങ്കിൽ CPM കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കളികളാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ CPM-നെ സംബന്ധിച്ചിട്ട് പുറമെ പ്രതിരോധിക്കുക, ആക്രമിക്കുക, അത് വാക്കുകൾ കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ പോലും ഈ രണ്ട് നടപടികളിലൂടെയാണ് CPM നിലനിൽക്കുന്നതും വളരുന്നത്. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഈ അണികളെ മുഴുവൻ, വിശേഷിച്ചും ഈ കുട്ടികളെ മുഴുവൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ പ്രതിരോധിക്കാൻ, അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മുഖ്യ വിഷയമാവുകയും അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു ഡിവിഷൻ, ഒരു ഹിന്ദു മുസ്ലിം ഡിവിഷൻ അന്തർധാര സൃഷ്ടിക്കുകയും അവിടെ BJP-യും CPM-ഉം അതല്ലെങ്കിൽ LDF-ഉം തമ്മിലൊരു ധാരണ ഉണ്ടാക്കുന്നു. ചില മണ്ഡലങ്ങളിൽ BJP അവരെ സഹായിക്കുന്നു, BJP-യും തിരിച്ച് LDF സഹായിക്കുന്നു, അവർക്ക് പ്രാതിനിധ്യം കുറച്ച് കിട്ടാൻ അവസരം ഉണ്ടാക്കുന്നു. അങ്ങനെ BJP വളർത്തുകയും ചെയ്യുക, കോൺഗ്രസിനെ ശുഷ്കമാക്കുകയും ചെയ്യുക. ഇതാണ് അവരുടെ ഈ പദ്ധതി. അപ്പം ഇന്നിപ്പം നോക്കുക, ഗവർണറുമായിട്ടുള്ള ആ ഒരു CPM-ന്റെ മത്സരം ഇപ്പൊ പാഠപുസ്തകത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു സംഘർഷം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന്. എന്ത് കരിക്കുലം കമ്മിറ്റി? ഈ കരിക്കുലം കമ്മിറ്റി ഈ ഒരു നിർദ്ദേശത്തെ സ്വീകരിച്ച കമ്മിറ്റിയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അതും മറ്റൊരു സോംബിയാണ്. കേരളത്തില് ഈ സോംബികൾ ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നമ്മളുടെ സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതേപോലെ തന്നെ നമ്മളുടെ മാധ്യമം, ഈ സോംബികളെ മുഴുവൻ വളർത്തുന്നതും നിലനിർത്തുന്നതും മുഴുവൻ ഈ മാധ്യമ സാമ്പികളാണ്. ഈ സാമ്പികളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ അതല്ലെങ്കിൽ ചർച്ചകളിലേക്ക് നോക്കിയാലും മതി, അതല്ലെങ്കിൽ അവതാരകരിലേക്ക് നോക്കിയാൽ മതി. ഓരോ അവതാരകരും എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അതേപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അറിയാൻ പറ്റും. ഇതിനെയാണ് ഈ ചത്ത അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരിച്ച അവസ്ഥ എന്ന് പറയുന്നത്. ഓരോ ചാനലിന്റെ ഓരോ വ്യക്തിയും പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ സാഹിത്യ സാംസ്കാരിക രംഗത്ത്, അത് നമ്മൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഏത് ചൂട്ട് വേണം, ഇത്തരം ഈ രാഷ്ട്രീയ നമ്മൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഈ LDF-നൊക്കെ ഈ ചൂട്ട് പിടിച്ചു കൊടുക്കുന്നത്, അത് സാഹിത്യ സാമ്പികളാണെങ്കിലും സാംസ്കാരിക സാമ്പികളാണെങ്കിലും, ഏത് പാട്ടിന്റെ ചൂട്ട് വേണമെങ്കിലും പാട്ടിന്റെ ചൂട്ട് കെട്ടി കത്തിച്ച് പിടിച്ചു കൊടുക്കും. അതല്ല ഈ കലയുടെയും നാടകത്തിന്റെയും സിനിമയുടെയൊക്കെ ആണെങ്കിൽ അത് കത്തിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. അതല്ല സാഹിത്യ വിമർശനത്തിന്റെ ആണെങ്കിൽ അതും ഉണ്ടാവും. അപ്പൊ നമ്മളുടെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയാണെങ്കിലും സാഹിത്യ മേഖലയാണെങ്കിലും പൊതുജീവിതമാണെങ്കിലും മാധ്യമം ഏറ്റവും പ്രധാനം മാധ്യമമാണ്. കാര്യം ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സമൂഹം ഈ ഒരു സാമ്പികളായി മാറുന്ന സമയത്ത് അവരെ ഉണർത്തേണ്ട ബാധ്യത ഈ മാധ്യമങ്ങൾക്കാണ്. പക്ഷെ
ഏറ്റവും വലിയ സാമ്പികളായി മാറിയിരിക്കുന്നത് ഈ മാധ്യമങ്ങളാണ് എന്നുള്ളതാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഗതികേട്. കാരണം അവർക്ക് ഈ മാറുന്ന കാലത്തെ ഒന്നും അവർക്ക് കാണേണ്ട ആവശ്യമേ ഇല്ല. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും അവർ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്നതായിട്ട് ഏറ്റവും പ്രാകൃതമായ രീതിയിലുള്ള മനുഷ്യന്റെ എന്താ പറയുക, മൃഗങ്ങൾക്ക് പോലും ലജ്ജ വരുന്ന രീതിയിൽ മൃഗങ്ങൾ ഒരിക്കലും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്. അതിൻ്റെ അല്ല, ഓരോ നിമിഷവും ചർച്ചയായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അഗ്രഷനാണ്, ആക്രമണമാണ് അവർ നിലനിർത്തുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് മലയാളികൾ, ഞാനും നിങ്ങളും നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ ഈ എല്ലാവരും സോംബികളായി മാറിയിരിക്കുകയാണ്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. കാര്യം ഈ ലോകം മുഴുവൻ ഓരോ നിമിഷം വെച്ച് മണിക്കൂറുകൾ വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിനിടയിൽ നമ്മുടെ കുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മളുടെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് വെച്ചാൽ കുട്ടികളുടെയും വരും തലമുറയുടെയും ഒന്നുമല്ല പ്രശ്നം. നമ്മളുടെ അവസ്ഥയിലുള്ളവർ, പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും കുട്ടികൾക്കാണെങ്കിൽ പോലും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് വൃത്തിയായിട്ടൊന്ന് ജീവിച്ച് മരിക്കുക എന്നുള്ള നമ്മളുടെ ഭരണഘടന ഉറപ്പുവരുന്ന അവകാശമുണ്ട്. റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡെത്തും കൂടെയാണ്. അന്തസ്സോടുകൂടി ജീവിച്ചു മരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അന്തസ്സോട് മരിക്കാനുള്ള നമ്മളുടെ അവകാശമെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ തലമുറയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം സ്വാമ്പി ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് വ്യക്തികൾക്ക് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇനി വരുന്ന ഈ ഒരു വർഷം ഈ തെരഞ്ഞെടുപ്പ് വരെ നടക്കാൻ പോകുന്ന നാടകങ്ങളും മറ്റ് സംഭവം, അതിനുവേണ്ടി വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കും, ഏതെല്ലാം മേഖലകളെ ഉപയോഗിക്കാം അതെല്ലാം ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് അത് ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടി, ഇപ്പൊ കോൺഗ്രസും ഇത് തന്നെയാണ് ചെയ്യുന്നത്, BJPയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവർക്കെല്ലാം മാതൃക എന്ന് പറയുന്നത് CPM ആണ്. ആ CPMനെ അനുകരിക്കുക, അവരുടെ പ്രക്ഷോഭ പരിപാടികൾ ഇന്നലെ വരെ അവരെന്താണോ ചെയ്തിരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഈ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുന്ന ഈ യുവാക്കളുടെയും യുവതികളുടെയും അവസ്ഥ, ഇളകിയ മുഖഭാവമാണ് അവർക്ക് എല്ലാവർക്കും. ബാരിക്കേഡും ചാടിക്കിടന്നിട്ട് അവർ എന്ത് ചെയ്യാൻ പോവുകയാണ്? അവർ സ്വയം ആലോചിക്കേണ്ടതല്ലേ? ഇത്തരം ഇതിനെ നമ്മൾ മാധ്യമങ്ങൾ ഭയങ്കര ഗംഭീരമായിട്ടത് എന്തോ അത്യാവശ്യ കാര്യം എന്ന രീതിയിലാണ് നമ്മളിത് കാണിക്കുകയും ചെയ്യുന്നത്. ഇതിലൂടെയാണ് ഈ ചാടിക്കിടക്കുന്നതിൽ ആരാണോ കേമൻ അല്ലെങ്കിൽ കേമത്തി, ആർക്കാണോ തല്ല് കിട്ടുന്നത്, അങ്ങനെയാണ് നമ്മുടെ നേതാക്കന്മാർ പോലും ഉണ്ടാകുന്നത്. സോംബികൾ നേതാക്കന്മാരായി മാറുന്നതും അങ്ങനെയാണ്. അപ്പൊ ഈ സാംബി അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും ഇന്നത്തെ ഏറ്റവും അടിയന്തര അത്യാവശ്യമാണ്. അതല്ല എങ്കിൽ ഈ വരുന്ന ഒരു വർഷം കൊണ്ട് തന്നെ, ഇപ്പൊ ഈ അടുത്ത വർഷം ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാം. പക്ഷെ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ എത്ര തലമുറകൾ അത് പേരേണ്ടി വരും എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്.